അതിനെ അരിഞ്ഞു വെച്ചു. കുമ്പളങ്ങ, കോവയ്ക്ക, ഒരു മുളക് അരിഞ്ഞു, കിഴങ്ങ്, മുരിങ്ങക്ക, ക്യാരറ്റ്, പംകിൻ എല്ലാം അരിഞ്ഞു വെച്ചു. മാങ്ങ, മുളക്, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ അവസാനം അരച്ച് ചേർക്കാനും ഇടാൻ നോക്കിയാണ് ലാസ്റ്റ്. പിന്നെ കാപ്പി കഷ്ണങ്ങൾ, കോവയ്ക്ക, കുമ്പളങ്ങയൊക്കെ ഇട്ടു. ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുന്നു. അവയിലുള്ള കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചു മൂടി വെച്ച് വേവിക്കുന്നു. അവയിലെ കഷ്ണങ്ങൾ തിളച്ച് മൂടി വെച്ച് കുറച്ചുകൂടെ വേവിക്കുന്നു. അരപ്പുള്ള തേങ്ങ ഇടുന്നു. കഷ്ണങ്ങൾ വെന്ത് തുടങ്ങി. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും ഇടുന്നു. ഉപ്പിട്ടു, കുറച്ച് മഞ്ഞൾ ഇടുന്നു. ഉപ്പും മഞ്ഞളും ഇട്ടതിന് ശേഷം അതിലേക്ക് മാങ്ങ ഇടുന്നു. കുറച്ച് കറിവേപ്പില ഇട്ടു, ഇളക്കിയിട്ട് അത് മൂടി വെച്ചിട്ട് വീണ്ടും മാങ്ങ ആകാനായിട്ട് മൂടി വെച്ച് കഴിക്കുന്നു. ഇനിയിപ്പോൾ അരപ്പ് റെഡി ആയിക്കൊണ്ട് വരാം. ജീരകം, മുളക്, ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുക്കുന്നു. ആദ്യം ഇത് 3/4 തേങ്ങയുണ്ട്, 1.5 മുറി. ഇത് ഒതുക്കിയെടുക്കുന്നു. എല്ലാ കഷ്ണങ്ങളൊക്കെ വെന്തു, വെള്ളം വറ്റാനുണ്ട്. അരപ്പെടുത്തോണ്ടില്ല. ആവശ്യത്തിന് ഇച്ചിരി മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടു. ഇനി ഇത് ഒതുക്കിയെടുക്കുന്നു മിക്സിയിലിട്ട്. ഇതിൻ്റെ അരപ്പ് റെഡി. ഇതിൻ്റെ അരപ്പ് അവിലേഷത്തിലേക്ക് ഇട്ട് ഇളക്കണം. കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ചേർക്കുന്നു. കറിവേപ്പില ഇടുന്നു. പിന്നെ വെള്ളം കുറച്ച് വയ്ക്കും. അവയിൽ തിളച്ചു. പുളി നോക്കി കൊണ്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കണം. അങ്ങനെ അവയിൽ റെഡി. അതുപോലെ മെയിൻ ഐറ്റമാണ് അവിയൽ. പച്ചക്കറി മാത്രം വെക്കുന്നതിൻ്റെ മെയിൻ കറിയാണ് അവിയൽ. ഓവനിൽ പഴം പുഴുങ്ങാൻ നോക്കുക. ഒരു 3 മിനിറ്റ്. ഉപ്മാവ് ഉണ്ടാക്കുന്നു. പഴം പുഴുങ്ങി കഴിഞ്ഞു. പഴമൊക്കെ പൊട്ടി സ്ക്വാഷ് ഉണ്ടാക്കാൻ ചാമ്പങ്ങ ജ്യൂസ് എടുത്ത് പഞ്ചസാരയിലിട്ട് തിളപ്പിച്ച് കുറച്ച് വെള്ളം പെട്ടിട്ട് ഒരു നാരങ്ങ നീര് ഒഴിക്കുന്നു. ചാമ്പങ്ങ പുഴുങ്ങി ജ്യൂസ് അരിച്ചെടുത്ത് പഞ്ചസാരയിട്ട് തിളപ്പിക്കാൻ വെക്കുന്നു. തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മുറി നാരങ്ങ നീര് ഒഴിച്ച് തിളപ്പിക്കുന്നു. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിടുന്നു. പഞ്ചസാര ചേർത്ത് ചാമ്പങ്ങ സ്ക്വാഷ് ഉണ്ടാക്കാം. ജ്യൂസിൽ നാരങ്ങ നീര് ഒഴിച്ചു. ഇനി തീ കെടുത്തിയിടുന്നു.